കൊല്ലത്ത് ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് അതിവിദഗ്ധമായി മൊബൈൽ ഫോണുകൾ കവരുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ റെയിൽവേ പോലീസ് പിടികൂടി. എറണാകുളം കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി ഫൈസൽ അലിയാണ് അറസ്റ്റിലായത്. യാത്രക്കാരുടെ ഫോണുകൾ മോഷ്ടിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇയാളെ പിടികൂടിയത്. ഈ ആഴ്ച മാത്രം 19ഓളം ഫോണുകളാണ് ഇയാൾ കവർന്നത്. കോതമംഗലം നെല്ലിക്കുഴി സ്വദേശി ഫൈസൽ അലിയെയാണ് കൊല്ലം റെയിൽവേ പോലീസ് സാഹസികമായി പിടികൂടിയത്. ട്രെയിനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഇയാളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് നടത്തിയ വിശദമായ ശരീരപരിശോധനയിലാണ് ഇയാൾ വസ്ത്രങ്ങൾക്കുള്ളിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി ഒളിപ്പിച്ച നിലയിൽ മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ പോലീസ് കണ്ടെടുത്തത്. ചോദ്യം ചെയ്യലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മൊബൈൽ ഫോൺ കവർച്ച നടത്തിയെന്ന് ഇയാൾ സമ്മതിച്ചു. ശ്യാമകുമാരിനാടും പോലീസ് പാർട്ടിയുടെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചെക്കിംഗ് നടത്തിയത് സംശയകരമായി കണ്ട ഒരാളെ പേര് വിലാസം ചോദിക്കുമ്പോൾ ഫൈസലാണെന്ന് പറയുകയും ഫൈസലിൻ്റെ ദേഹം പരിശോധിച്ചതിൽ ഉറവിടമില്ലാത്ത 3-4 ഫോൺ കിട്ടി. ആ ഫോണിൻ്റെ ഉറവിടം ചോദിച്ചപ്പോൾ കൃത്യമായി മറുപടി പറയാത്തത് അത് മോഷണം മുതലാവുമെന്ന് നമുക്ക് സംശയമില്ല. അങ്ങനെ അതായത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കൂടുതൽ ചോദ്യം ചെയ്ത് അത് മോഷണം ചെയ്തതാണെന്നും പുള്ളി എറണാകുളത്ത് ഹിന്ദിക്കാർക്ക് നിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞു. ഈ ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ മാത്രം 19ഓളം വിലപിടിപ്പുള്ള മൊബൈൽ ഫോണുകളാണ് ഇയാൾ വിവിധ ട്രെയിനുകളിൽ നിന്നായി മോഷ്ടിച്ചത്. തമിഴ്നാട് അതിർത്തി മുതൽ കേരളത്തിലെ വിവിധ റെയിൽവേ പാതകൾ കേന്ദ്രീകരിച്ചാണ് ഇയാൾ പ്രധാനമായും കവർച്ച നടത്തിയിരുന്നത്. മൊബൈൽ മോഷണത്തിന് പുറമെ കഞ്ചാവ് കടത്തൽ, മറ്റ് കവർച്ചാ കേസുകൾ എന്നിവയിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാളുടെ പ്രധാന കൂട്ടാളിയായ നിസാർ സിദ്ദ സമാനമായ മൊബൈൽ മോഷണ കേസിൽ നിലവിൽ കോട്ടയം ജയിലിൽ കഴിയുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.